ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് മത്സരത്തിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ ശിവസേന ഉദ്ധവ് വിഭാഗം. ഞായറാഴ്ച വൻ പ്രതിഷേധ പരിപാടികൾ. നരേന്ദ്രമോദിക്ക് സിന്ദൂരം അയക്കുമെന്ന് വനിതാ വിഭാഗം. എന്റെ സിന്ദൂരം എന്റെ രാജ്യം എന്ന പേരിലാണ് പ്രതിഷേധ പരിപാടി. ശ്രീനാഥ് ചന്ദ്രനുണ്ട് ഇപ്പോൾ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, നേരത്തെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അനുവദിക്കില്ല, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ശിവസേന ഉദ്ധവ് വിഭാഗം. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ ആദിത്യ താക്കറെ അല്പസമയം മുമ്പ് പുതിയ ഒരു പ്രതികരണം കൂടി പങ്കുവച്ചിട്ടുണ്ട്. BCCIക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ആദിത്യ താക്കറെ നടത്തുന്നത്. BCCIക്ക് പണം മാത്രം മതി, അവർക്ക് രാജ്യസ്നേഹം ഒട്ടുമില്ല, ദേശദ്രോഹപരമായ ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, മനുഷ്യത്വപരവുമല്ല. മാത്രമല്ല, പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ അദ്ദേഹം ആവർത്തിച്ചതാണ് രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്നത്. രക്തവും ക്രിക്കറ്റും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ശിവസേന ഉദ്ധവ് വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഞായറാഴ്ച മത്സരം നടക്കാൻ വേണ്ടി പോകുന്നു. അന്ന് വലിയ പ്രതിഷേധ പരിപാടികൾ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വനിതാ വിഭാഗം സിന്ദൂരം പ്രധാനമന്ത്രിക്ക് അയക്കുന്നതടക്കമുള്ള എൻ്റെ സിന്ദൂരം എൻ്റെ രാജ്യം എന്ന പേരിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. മുംബൈയിൽ ഒരു റാലി സിന്ദൂർ രക്ഷാ അഭിയാൻ എന്നുള്ള പേരിൽ നടത്തും എന്നതും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ പലവട്ടവും ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായപ്പോഴൊക്കെ ക്രിക്കറ്റ് മത്സരങ്ങൾക്കെതിരെ ശിവസേന ഉദ്ധവ് വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. മുൻപ് വാങ്കഡെ സ്റ്റേഡിയത്തിലെ പിച്ച് കുത്തിപ്പൊളിച്ചതും ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം, ദില്ലിയിലെ സ്റ്റേഡിയം നശിപ്പിച്ചതും ചെന്നൈയിലേക്ക് പാമ്പുകളെ അഴിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പാരമ്പര്യം, ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് ശിവസേന ഉദ്ധവ് വിഭാഗം. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.